പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. ദൈവിക രഹസ്യങ്ങളുടെ മഹാസാഗരമാകുന്ന ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ദൈവിക നിക്ഷേപങ്ങളെ ഓരിയിട്ട് ആരായുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് കൃപകളെ യാചിച്ചുകൊണ്ടും ദൈവമാതാവിൻ്റെയും പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെയും ക്രിസ്തുവിനെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിച്ച പൗലോസ് ശ്ലീഹായുടെയും മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാനും ക്രിസ്തു സ്നേഹം നമ്മളിൽ നിറയുവാനും ഈ വചന പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനാണ് നാം ദൈവവചനം പഠിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം കർത്താവ് തന്നെ നമുക്ക് തരുന്നത്. ക്രിസ്തു സ്നേഹമില്ലാത്ത പരിജ്ഞാനം അറിവ് വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അത് നമ്മളെ ചീർപ്പിക്കും. അതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുകൾ ആത്മീയ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കാതെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പോലെ ഇതിനെ കൈക്കൊള്ളത്തക്കവണ്ണം നമുക്ക് നമ്മുടെ തലകളെ ഇപ്പോൾ താഴ്ത്തി ഏൽപ്പിക്കാം. യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അതിൻ്റെ പ്രത്യേകത യാക്കോബ് ശ്ലീഹ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് ഒന്നാമത് നിർമ്മലതയും സൗമ്യതയും ഉള്ളതാകുന്നു എന്ന് 3-ാം അധ്യായം 13 മുതലുള്ള ഭാഗങ്ങളിൽ യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ഇങ്ങനെ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ജ്ഞാനമുള്ളവൻ്റെ ആദ്യത്തെ ലക്ഷണം സൗമ്യതയാണ്. അവനിൽ ശാഠ്യം കാണില്ല, സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയില്ല, ഭോഷ്ക് പറയുകയുമില്ല. അങ്ങനെ ചെയ്താൽ അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല എന്ന് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിലും പറയുന്നുണ്ട്. അത് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികവുമായതാണ്. ഉയരത്തിൽ നിന്ന് വരാത്ത ജ്ഞാനമെല്ലാം ഭൗമികവും പ്രാകൃതവും പൈശാചികമാണ്. ഈർഷ്യയും ശാഠ്യം ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആകുന്നു. ഇത്രയും കാര്യങ്ങൾ വേദപഠനത്തിലൂടെ നമുക്ക് ലഭിച്ചാൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം കൊണ്ട് നമ്മൾ നിറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 21-ാമത്തെ വാക്യം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അവിടെ കർത്താവ് തന്നോട് എതിർത്ത് നിന്ന യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജഡീകമായ രീതിയിൽ ചിന്തിക്കുകയും വിധിക്കുകയും ചെയ്താൽ നിങ്ങൾക്കെന്നെ അനുഗമിക്കുവാൻ സാധ്യമല്ല. ലോകപരമായ വ്യാപാരങ്ങൾ, ലൗകികമായ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുതോണിയിൽ കാല് വെച്ച് യാത്ര തുടരുന്ന പോലെ ഒരു വശത്തൂടെ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുകയും മറുവശത്തൂടെ ലോകപരമായ പ്രവൃത്തികൾ മുഴുകുകയും ചെയ്താൽ കർത്താവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല.
എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. പാപങ്ങളിലുള്ള മരണം എങ്ങനെയാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അങ്ങനെ മരിക്കുന്നവർക്ക് ഞാൻ പോകുന്ന ഇടത്തേക്ക് വരുവാൻ കഴിയുകയില്ല. പാപത്തിൽ മരിച്ചിരിക്കുന്നവന് ക്രിസ്തു ഇരിക്കുന്ന ഇടത്തേക്ക് പോകുവാൻ കഴിയുകയില്ല. യേശു എവിടെയാണ് ഇരിക്കുന്നത്? യേശു ഉയരത്തിലാണ് ഇരിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ ആ കാര്യവും നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചിന്തിച്ചതാണ്. അത് പ്രത്യേകം ഒന്നും കൂടെ പറയുവാൻ കാരണം, താഴോട്ട് വരുമ്പോൾ 23-ാം വാക്യത്തിൽ, നിങ്ങൾ കീഴിൽ നിന്നുള്ളവൻ, ഞാൻ മേലിൽ നിന്ന് ഉള്ളവൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമുണ്ട്. പാപത്തിന് മരിച്ചവന് ഒരു രക്ഷയുടെ സാധ്യതയുണ്ട്. പാപത്തിൽ മരിച്ചിരിക്കുന്നവന് രക്ഷയുടെ സാധ്യത വരുന്നത്, പാപത്തിൽ മരിച്ചവൻ പാപത്തിന് മരിച്ചവനിൽ ജീവിക്കണം. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത്. അതിനെന്ത് വേണം? ക്രിസ്തു ഇരിക്കുന്ന സ്ഥലമായ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ഉയരത്തിലിരിക്കുന്നു, പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ഇത് പൊതുവെ സഭയുടെ ഒരു വിശ്വാസപരമായ കാഴ്ചപ്പാടാണ്. ഒരിടത്ത് മാത്രമാണ് പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി കാണുന്നത്. അത് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ സ്വീകരിക്കുന്ന സമയത്ത് സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിയപ്പോൾ യേശുമ്പുരാൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു എന്നാണ്. സ്തേഫാനോസ് മാത്രമല്ല, എല്ലാ രക്തസാക്ഷികളെയും കർത്താവ് അങ്ങനെ തന്നെയായിരിക്കും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ എളിയ വിശ്വാസം. ഇവിടെ പറയുന്ന കാര്യം, ക്രിസ്തു ഉയരത്തിലാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് കുറച്ചു മുമ്പ് വേറൊരു ഭാഷയിൽ പറഞ്ഞത്, പാപത്തിൽ മരിച്ചവൻ പാപത്തിന് മരിച്ചവനിൽ മരിച്ചാൽ അവൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. പാപത്തിൽ മരിച്ചതാരാണ്? ഞാനാണ്. പാപത്തിന് മരിച്ചത് ക്രിസ്തുവാണ്. പാപത്തിലല്ല, പാപത്തിന്. അവനിൽ നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേൽക്കണം. അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ നമുക്ക് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യേശുമ്പുരാൻ അവരോട് പറഞ്ഞു, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല, കാരണം നിങ്ങൾ പാപത്തിൽ മരിച്ചിരിക്കുകയാണ്. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. യേശു പറയുന്നത് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും യേശുവിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവനിൽ വിശ്വസിക്കണം. വിശ്വസിക്കാത്തവന് ഇതൊന്നും മനസ്സിലാവുകയില്ല. നിക്കോദിമോസിന് പല കാര്യങ്ങളും മനസ്സിലാകാതെ പോയത് പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് എത്താഞ്ഞതുകൊണ്ടാണ്. ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിക്കോദിമോസിന് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. ശമരിയാസ്ത്രീക്കും പല കാര്യങ്ങളും മനസ്സിലായില്ല. അത് മനസ്സിലാകാതെ പോകുന്നത് കർത്താവിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ്.
ആ വിശ്വാസം യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് താഴോട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിൽ വെറുതെ വിശ്വസിച്ചാൽ യേശു പറയുന്നത് മനസ്സിലാവണം എന്നില്ല, യേശുവിൻ്റെ ശബ്ദം കേൾക്കണം എന്നില്ല. നാമമാത്രമായ വിശ്വാസം കൊണ്ടോ ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നതുകൊണ്ടോ മാമോദീസ ഏറ്റു എന്ന ഒറ്റ കാരണം കൊണ്ടോ നമ്മൾ യേശുവിൽ ആകണം എന്നില്ല. എൻ ക്രിസ്റ്റോസ്, ക്രിസ്തു യേശുവിൽ. പൗലോസ്ലീഹ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എൻ ക്രിസ്റ്റോസ്. ക്രിസ്തു യേശുവിൽ ബന്ധിക്കപ്പെട്ടവനായ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നതെന്നാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ. ഇങ്ങനെയുള്ള ഫ്രേസസ് പൗലോസ്ലീഹ അനേക സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവേശുവിൽ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വലിയൊരു മർമ്മമുണ്ട്. അങ്ങനെ വിശ്വസിക്കാത്തവർ യേശു പറഞ്ഞത് മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്. എപ്രകാരം? ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് യേശുമ്പുരാൻ അവരോട് പറഞ്ഞപ്പോൾ ആ യഹൂദന്മാർക്ക് തോന്നിയത് ഇവൻ ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നതായിരിക്കുമെന്നാണ്. നോക്കിക്കോണം, ദൈവപുത്രൻ അവൻ്റെ സത്തയ്ക്ക് ഒട്ടും ചേർത്തയില്ലാത്ത, ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു വ്യാഖ്യാനമാണ് ഈ യഹൂദന്മാർ നടത്തുന്നത്. കർത്താവിനെ പറ്റി വിചാരിക്കുന്നത് അങ്ങനെയാണ്. നാം എല്ലാവരും യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അവൻ ആരാണ് എന്നുള്ള കാര്യം കൃത്യമായി ഉള്ളിൽ ഏറ്റെടുക്കാതെ അവൻ പറയുന്നത് ഒന്നും നമുക്ക് മനസ്സിലാകുകയില്ല, വചനത്തിലെ സാരാംശം നമുക്ക് പിടികിട്ടുകയില്ല. വ്യക്തിപരമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനോ കേൾക്കുവാനോ കഴിയാതെ വണ്ണം നമ്മളുടെ ആത്മാവിൻ്റെ ചെവി, അകത്തെ ഇന്ദ്രിയം അടഞ്ഞുപോകും. അപ്പോൾ എങ്ങനെയാണ് യേശുവിൽ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ യേശുവിനെ അറിയേണ്ടത്? 23-ാം വാക്യം. യഹൂദന്മാർ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്ന് ഉള്ളവർ, ഞാൻ മേലിൽ നിന്ന് ഉള്ളവൻ. ഈ കീഴിൽ നിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകക്കാർ എന്നാണ് അർത്ഥം. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ലോകം എന്നുള്ള വാക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തെ രക്ഷിപ്പാൻ കർത്താവ് വരുമ്പോൾ താൻ സ്നേഹിക്കുന്ന ഒരു ലോകത്തെപ്പറ്റി യോഹന്നാൻ പ്രതിപാദിക്കുന്ന സമയത്ത് തന്നെ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, ലോകം പിതാവിൻ്റേതല്ല എന്ന് തൻ്റെ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ലോകം, ജഡം, പിശാച്, ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളെ ഒരുമിച്ച് മറ്റൊരു വശത്ത് ലോകത്തെപ്പറ്റി യോഹന്നാൻ ശ്ലീഹ പ്രതിപാദിക്കുന്നുണ്ട്. ആ ഒരു ലൗകികതയെ പറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൗകികതയിൽ മുങ്ങിപ്പോയിരിക്കുന്ന ഒരു ജനസമൂഹത്തോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ കീഴിൽ നിന്ന് ഉള്ളവർ. അധമ പാതാളത്തിലാണ്, അവിടുന്ന് രക്ഷയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. കർത്താവ് മരിച്ചിട്ട് പാതാളത്തിലേക്ക് ഇറങ്ങിയത് ലോകക്കാരായിരുന്നവരെ വിടുവിച്ച് രക്ഷിക്കുവാനാണ്, വീണ്ടെടുത്ത് ഉയരത്തിലാക്കുവാനാണ്. അതിന് അവൻ പാപത്തിന് മരിച്ചു. അതുകൊണ്ട് പാപത്തിൽ മരിച്ചിരിക്കുന്നവർ പാപത്തിന് മരിച്ചവനിൽ മരിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ തൻ്റെ ജഡത്തെ ക്രൂസിഫൈ ചെയ്തിട്ട് യേശുവിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവന് ഈ ഉയരത്തിലുള്ള ജ്ഞാനത്തിൻ്റെ വരം ലഭിക്കും. അങ്ങനെയുള്ളവനെ കർത്താവ് ഉയരത്തിലേക്ക് കൊണ്ടുപോയി യേശുവിൻ്റെ ഉള്ളിൽ മറച്ചു വയ്ക്കും. കർത്താവ് പറയുവാണ്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ ലോകക്കാരാണ്, നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് മാത്രമല്ല, ഞാൻ പറയുന്നതിന് ഒട്ടും യോജ്യമല്ലാത്തതും
അതിനെ പൈശാചികമായി വളച്ചൊടിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനവുമാണോ നിങ്ങൾ നടത്തുന്നത്? എന്തുകൊണ്ടെന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണ് എന്ന്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചത് നിങ്ങൾ കീഴിൽ നിന്നുള്ളവരായിക്കൊണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആരാധനയെ സംബന്ധിക്കുമ്പോഴും ദൈവികമായ വചനങ്ങൾ പ്രസംഗിക്കുമ്പോഴും അതിനനുസരിച്ച് ജീവിക്കുവാനൊക്കെ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ മേലിൽ നിന്നുള്ള കർത്താവിനോട് ചേർന്നിരുന്ന് ഇത് ചെയ്തില്ലെങ്കിൽ കീഴിലേക്ക് മറിഞ്ഞു വീഴുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഞാൻ മേലിൽ നിന്ന് ഉള്ളവൻ, കർത്താവ് മേലിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ പിതാവാം ദൈവത്തോട് സമമായിരിക്കുന്നവനും അവിടുന്ന് താഴേക്കിറങ്ങി വന്നവനുമാകും. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശ് മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അത് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക മാത്രമല്ല, നമ്മളെ യഥാസ്ഥാനത്താക്കുകയും വേണം. റെസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ആ റീപ്ലേസ്മെൻ്റ് ആയെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ ആയി എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഉള്ളവനല്ല, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. 21 വാക്യത്തിലും കർത്താവ് അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ദൈവമക്കളെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും മരിക്കുന്നവരാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു, നമ്മുടെ മരണത്തെപ്പറ്റി നമുക്ക് ബോധമുണ്ടായിരിക്കണം. ആ ഒരു ബോധ്യമില്ലായ്മയാണ് സത്യത്തിൽ ഈ ലോകത്തോട് നമ്മളെ ചേർത്ത് നിർത്തുവാൻ നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തോട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുവാനുള്ള കാരണം മരണത്തെപ്പറ്റി നമുക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നിര്യാണം, ന്യായത്തിൻ പീഠം, നരകം, ഇത് മൂന്നും ഭീയേറ്റിയിടുന്ന കർത്താവേ എന്നുള്ളത്തിൽ എന്ന് പിതാക്കന്മാർ അവരുടെ പ്രാർത്ഥനകളിൽ പാടുമായിരുന്നു. ഓരോ ദിവസവും നമ്മുടെ ബോധതലത്തിൽ ഞാൻ മരിക്കാനുള്ളവനാണ്, ഈ ജഡം എന്നിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ദിവസമുണ്ട്, അത് എന്ന് വേണമെങ്കിലും ആകാം എന്ന് ഒരു ബോധ്യമുള്ളവന് നിത്യജീവനെ പറ്റി ഉള്ള ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് കൊടുക്കും. നമ്മൾ മരിക്കും എന്ന് ചിന്തിക്കുന്നത് ഒരു നിഷേധാത്മകമായ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ടായിട്ട് നിങ്ങൾ കാണരുത്. ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധിപ്പിക്കുന്നതാണ്. എന്തിന്? നമ്മുടെ ശരീരം മണ്ണിൽ നിന്നുള്ളതാകിയാൽ ഇത് മണ്ണിലേക്ക് തിരികെ ചേരേണ്ടതാകുന്നുവെന്നും കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ട്രാൻസ്ഫോംഡ് ബോഡി അഥവാ മഹത്വീകരിക്കപ്പെട്ട ശരീരം അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ശരീരം നമുക്ക് തയ്യാറാക്കി ഇരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മളെ ഭരിച്ചാൽ ഈ ലോകത്തോടുള്ള വെട്ടിപ്പിടിപ്പ് അല്പം കുറയും. ദേവാലയത്തിൽ വരുമ്പോൾ എനിക്കൊരു നിത്യജീവനുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ആരാധനയിൽ സംബന്ധിക്കുകയും ബലിപീഠത്തിന്മേൽ യേശുവിനെ കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഈ മരണം എന്നുള്ള ഒരു ബോധ്യം അതുകൊണ്ട് നമ്മളെ ഭരിക്കണം. എല്ലാ ദിവസവും ഇന്നാണോ നാളെയാണോ എന്നറിയാത്ത ഒരു
സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം. പൗരസ്ത്യപിതാക്കന്മാരുടെ വിശുദ്ധ കുർബാന തക്സാക്രമത്തിൽ യാക്കോബിൻ്റെ ക്രമത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്: കർത്താവെ, എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പാപങ്ങളുടെ ലജ്ജ കൂടാതെ നിന്റെ സന്നിധിയിൽ എത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. എപ്പോഴോ എവിടെയോ. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നത് പാപത്തിൽ ആവാതിരിപ്പാൻ, ക്രിസ്തുവിൽ മറഞ്ഞുകൊണ്ട് തന്നെ മരിച്ചാൽ ക്രിസ്തു തന്നെ നമ്മുടെ ശരീരത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുവാൻ തൻ്റെ സേനകളോടുകൂടി എഴുന്നള്ളും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അതുകൊണ്ടാണ് പൗരസ്ത്യ ദർശനത്തിൽ നമ്മൾ ഈ ജന്മദിനം അധികം പ്രാധാന്യം കൊടുക്കുകയില്ല. അധികം നല്ല പ്രാധാന്യമേയില്ല. അതേസമയം മരണ ദിവസത്തിന് നല്ല പ്രാധാന്യമുണ്ട്. എല്ലാ വിശുദ്ധന്മാരുടെയും ജന്മദിനമല്ല നമ്മൾ ഓർക്കുന്നത്, മരണ ദിവസമാണ്. അത് കർത്താവിന് വിലയേറിയ ദിവസമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാത്രം അടുത്ത കാലത്തായിട്ട് ജന്മദിനത്തെയും കൂടെ ഓർത്ത് നമ്മൾ 8 ദിവസം വിശുദ്ധ കുർബാന ചൊല്ലി ആഘോഷിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ജന്മദിനം ഒഴിച്ച് മറ്റാരുടെയും ജന്മദിനം ഓർക്കുന്ന ഒരു പതിവ് പൗരസ്ത്യ ദർശനത്തിലില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്തുകൊണ്ടെന്നാൽ തങ്ങൾ ഈ ഭൂമിയിൽ വളരെ കുറച്ചു കാലം മാത്രം ശേഷിക്കുന്നവരാകുന്നു എന്നുള്ള ബോധ്യം അവരെ ഭരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവ് കീഴിൽ നിന്നുള്ളവരോട് പറയുവാണ്, നിങ്ങൾ മരിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ പാപത്തിലാണ്. എന്നാൽ ക്രിസ്തുവിൽ മരിക്കുന്നവൻ പാപത്തിൽ അല്ല മരിക്കുന്നത്, പാപത്തിനെ ജയിച്ചവൻ്റെ ഉള്ളിൽ ആണ് മരിക്കുന്നത്. അവൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടി മറഞ്ഞിരിക്കും. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരു സമയത്ത് കർത്താവും പരിശുദ്ധ ദൈവമാതാവും നമ്മുടെ കാവൽപിതാക്കന്മാരും നമ്മുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ കാവൽ മാലാഖയും സ്വർഗീയ സൈന്യങ്ങളുടെ ഗണങ്ങളെല്ലാം ഈ പാവം പിടിച്ച നമ്മളുടെ ശരീരം ഏന്തിക്കൊണ്ട് പോകുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് വലിയ സൈന്യത്തോടുകൂടെ വരുന്ന ആ കാര്യം നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആലോചിക്കണം. നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരു കാര്യം നമ്മൾ ആലോചിക്കുകയും ആ മരണം ദൈവസന്നിധിയിലേക്ക് നമ്മൾ പോകുന്ന യാത്രയാണെന്നുള്ള പ്രത്യാശയോടുകൂടി ദൈവപ്രസാദത്തോടുകൂടി ആയിരിക്കുന്ന മരിക്കുന്ന ഒരു സാധ്യത നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രമിയോനിൽ സദറ ഹൂസ്വായ പ്രാർത്ഥനകളിലൊക്കെ നല്ലൊരന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിലുള്ള ഒരു അന്ത്യം തരും. അതാണ് നല്ല അന്ത്യം. നല്ല അന്ത്യം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സാധാരണ പൊതുവെ നല്ല അന്ത്യം എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഉദാഹരണമായിട്ട് ഒരപ്പച്ചൻ മരിക്കുവാൻ കിടക്കുന്നു എന്ന് വിചാരിക്കുക. മക്കളെല്ലാം അടുത്തുണ്ടായിരുന്നു, വേദോസ്തവമൊക്കെ വായിച്ചു, വിശുദ്ധ കുർബാനയൊക്കെ കൊണ്ടു, അല്ലെങ്കിൽ എല്ലാ ശുശ്രൂഷകളും പൂർത്തീകരിച്ചു, മക്കളെല്ലാം കണ്ടു. അങ്ങനെ അവസാനം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അപ്പച്ചൻ കണ്ണടച്ചു. നല്ലൊരു അന്ത്യമാണ്. എല്ലാവരും ഇത്തരം ഒരു അന്ത്യത്തെ മാത്രമേ നല്ല അന്ത്യമായിട്ട് കാണുന്നുള്ളൂ. നല്ല അന്ത്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. സഹദാമാരുടെ അന്ത്യം എങ്ങനെയായിരുന്നു? അതിനെ നല്ല അന്ത്യമായിട്ടാണോ അഴുക്ക് അന്ത്യമായിട്ടാണോ നമ്മൾ കാണുന്നത്? ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് കിടന്നായിരിക്കാം മരിച്ചത്. അതിനെ നല്ല അന്ത്യമെന്ന് സാധാരണ രീതിയിൽ നമ്മൾ വിളിക്കാറില്ല. കർത്താവിൻ്റെ മരണം എങ്ങനെയായിരുന്നു? അതിനെ നല്ല അന്ത്യമായിട്ടാണോ
അല്ലെങ്കിൽ മോശമായൊരു അന്ത്യമായിട്ടാണോ നമ്മൾ കാണുന്നത്? നല്ല അന്ത്യം എന്ന് പറഞ്ഞാൽ യേശു സാന്നിധ്യത്തിൽ പരിശുദ്ധന്മാരുടെയും പരിശുദ്ധ മാതാവിൻ്റെയും സർവരുടെയും സാന്നിധ്യത്തിൽ നമ്മളുടെ ശരീരം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്ന ആ ശ്രേഷ്ഠമായ അവസ്ഥയ്ക്കാണ്. അവർ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ, ദേഹിക്കുള്ളിൽ ക്രിസ്തു സ്നേഹവും പരിജ്ഞാനവും നിറഞ്ഞു നിൽക്കണം. അങ്ങനെയുള്ളവർ ലോകത്തിൽ നിന്നുള്ളവരല്ല, കീഴിൽ നിന്ന് ഉള്ളവരുമല്ല, മറിച്ച് ഉയരത്തിലുള്ള ക്രിസ്തുവിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നവരാണ്. പരിശുദ്ധാത്മ നദിയിൽ മുങ്ങിയിരിക്കുന്നവരാണ്. 24-ാം വാക്യം കർത്താവ് വീണ്ടും പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, പാപത്തിൽ മരിക്കുന്നതിൻ്റെ മറ്റൊരു വശമാണ് പറയുന്നത്. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ. എങ്ങനെയുള്ളവൻ? അതാണ് ആദ്യമേ പറഞ്ഞത്. കർത്താവിലുള്ള വിശ്വാസത്തിന് ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എന്നുള്ള വാക്ക് ശരിയാണോ എന്നറിയത്തില്ല. കർത്താവിലുള്ള വിശ്വാസത്തിന് ഒരു പ്രത്യേക സത്താപരമായ ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ളവൻ എന്ന് അവനെ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. അതെങ്ങനെയുള്ളവനാണെന്ന് കർത്താവ് താഴോട്ട് പറയുന്നുണ്ട്. ഈ ഭാഗം കുറച്ചും കൂടെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വേദപുസ്തകം നോക്കിയാൽ എങ്ങനെയുള്ളവനാണ് കർത്താവ് എന്ന് അവിടെ കൃത്യമായി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 24. Therefore I said to you that you will die in your sins. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാൻ കാര്യം 21-ാം വാക്യത്തിൽ കർത്താവ് അത് പറഞ്ഞതാണ്. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. കാരണം എന്താണെന്നോ? 24-ാം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. Therefore I said to you that you will die in your sins, for if you do not believe that I am He, you will die in your sins. ഒന്നും കൂടെ വായിക്കാം. For if you do not believe that I am He, ego eimi, അതാണ് കാര്യം. ഒന്നും കൂടെ വായിക്കുകയാണ്. For if you do not believe that I am He. എന്താണ് I am He എന്ന് പറഞ്ഞാൽ? ഞാനാകുന്നവൻ ഞാനാകുന്നു. മലയാളത്തിലെ വേദപുസ്തകം വായിച്ചാൽ അത്രയും അത് ക്ലിയർ ആകുകയില്ല. ഗ്രീക്കിലും ഇംഗ്ലീഷിലും അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം വാട്ട് ഐ ആം എന്ന് കർത്താവിനെ പറ്റി നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുകയില്ല. ഇപ്പോൾ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം ഐ ആം ഹി, ഞാൻ ആകുന്നവൻ ആകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. അത് ഇംഗ്ലീഷ് വേദപുസ്തകം വായിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ വ്യക്തമായൊരു ധാരണ നമുക്ക് കിട്ടുകയുള്ളൂ. ഐ ആം ഹി എന്നാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പോൾ യേശുവിനെ ദൈവമായിട്ട് തന്നെ കണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയാതെ പറയുന്ന കാര്യം. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാരണം യേശു തമ്പുരാനെ ദൈവമായിട്ട് കാണുന്നവർ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, യേശുവിനെ
ഒരു വലിയ ഗുരുവായിട്ട് കാണുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. ഹൈന്ദവ സഹോദരങ്ങൾ പോലും യേശുവിനെ വലിയ ഒരു മഹാഗുരുവായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുന്നത് ഇതര മതസ്ഥരാണ്. പക്ഷെ അവർ സ്നേഹിക്കുന്നത് അവനെ ദൈവമായിട്ടല്ല, മറിച്ച് അവനൊരു മഹാഗുരുവായിട്ടോ അല്ലെങ്കിൽ അവനൊരു എൻലൈറ്റൻഡ് ഫിഗറായിട്ടോ അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായിട്ടോ ഇങ്ങനെയൊക്കെ ഒരു മഹത് വ്യക്തിത്വമായിട്ട് കാണുവാനാണ് എല്ലാ മതങ്ങൾക്കും ഇഷ്ടം. ആ ഒരു ജ്വരം ക്രിസ്തീയ മതത്തിലേക്ക് ഇപ്പോൾ വ്യാപരിച്ചിട്ടുണ്ട്. അതായത് തത്വചിന്തകരായ അഭിഷിക്തന്മാർ വരെയുണ്ട്. അവർ പഠിച്ചു വന്ന് അവസാനം യേശു ദൈവമല്ല, ഒരു മഹാഗുരുവാണ് എന്ന് പറഞ്ഞ് മരിക്കുന്ന അനേക അഭിഷിക്തരുണ്ട്. ചിലർ ക്രിസ്തുമതം വിട്ടുപോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചത്. അറിവ് ആത്മാവിൽ അല്ലെങ്കിൽ അത് ചീർപ്പിക്കും. യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും ബോധത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ കീഴിൽ നിന്നുള്ള ജ്ഞാനം നമ്മളെ ഭരിക്കുകയും തൽഫലമായി ഈ ഒരു പാതാള അവസ്ഥയിലേക്ക് നമ്മൾ വീണുപോകുകയും ചെയ്യും. പറുദീസയിലിരിക്കുമ്പോൾ തന്നെ പാതാളത്തിലേക്ക് വീണുപോകാനുള്ള സാധ്യതയുണ്ട്. ജോൺ ക്ലമാക്കസ് അദ്ദേഹത്തിൻ്റെ 40 സ്റ്റെപ്സ് ടു ഹെവൻ എന്നുള്ള പുസ്തകത്തിൽ ഓരോ പടിയും കയറി പോകുന്ന വിശുദ്ധന്മാരെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. ഓരോ പടിയും ഓരോ വിശുദ്ധിയുടെ പടവുകളാണ്. ഈ വിശുദ്ധിയുടെ പടവുകൾ കയറി 39ാമത്തെ പടിയിൽ ചവിട്ടിയിട്ട് താഴേക്ക് നിലം പതിച്ച അനേക വിശുദ്ധന്മാരുണ്ട്. അത് അറിവ് ചീർപ്പിച്ചതുകൊണ്ടാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഒന്നും കൂടെ ആ ഭാഗം വായിക്കാം, 24ാം വാക്യം. അത് വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. കാരണം മലയാളം ഇംഗ്ലീഷും മാറി എന്ന് വായിച്ചു തരാം. മലയാളത്തിൽ വായിക്കുമ്പോൾ അത് അത്ര ക്ലിയർ അല്ല, പക്ഷേ ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമാണ്. മലയാളത്തിൽ ഇപ്രകാരമാണ്: ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ. അത്രേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അങ്ങനെയുള്ളവൻ. എങ്ങനെയുള്ളവൻ എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത് വായിക്കുകയാണ്: Therefore I said to you that you will die in your sins, for if you do not believe that I am he. അതായത് ഏഗോ ഏമി, ഞാനാകുന്നു. അതായത് യേശു ദൈവമാകുന്നുവെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അത് മാമോദീസ വെള്ളം വീണവനായാലും കൊള്ളാം, വീഴാത്തവനായാലും കൊള്ളാം. പാപത്തിൽ മരിക്കാതെ ഇരിക്കാൻ യേശു വലിയ മഹാഗുരുവാണെന്നോ അതിശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വമാണെന്നോ അതിശുദ്ധനായ ഒരു മനുഷ്യനാണെന്നോ വലിയ വിപ്ലവകാരിയാണെന്നോ ഒന്ന് വിശ്വസിച്ചാൽ പോരാ. അനേക ക്രിസ്ത്യാനികൾ ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. യേശുവിനെ അങ്ങനെ മാത്രം കാണുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ, പല അഭിഷിക്തന്മാർ അതുപോലെ തന്നെ കന്യാസ്ത്രീകളൊക്കെ ഈ ശുശ്രൂഷ വിട്ടുപോയിട്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയത്തക്കവണ്ണം താഴേക്ക് നിലംപതിച്ചു പോയി. അതാണ് പടികൾ ചവിട്ടിയാലും താഴേക്ക് നിലംപതിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞവരായിരുന്നു പൗരസ്ത്യ പിതാക്കന്മാർ. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനകളിലെല്ലാം അവരെപ്പോഴും കർത്താവേ കരുണയുണ്ടാകണമേ, ഞാൻ ബലഹീനും ഭാവിയുമായ ദാസനാകുന്നു, എന്നെ പിടിച്ചുകൊള്ളണമേ, ഞാൻ വീണുപോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ എപ്പോഴും അവരുടെ പ്രാർത്ഥനകളിൽ അവർ ഉരുവിട്ടുകൊണ്ടിരുന്നത് അവർ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുവാൻ
അവർ യോഗ്യരായിരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം ഏകദേശം വലിയ കുഴപ്പമില്ലാതാണ് ജീവിക്കുന്നത് എന്നൊരു ബോധ്യത്തിൽ യേശു ഒരു നല്ല മനുഷ്യനായിരുന്നു, ഞാനും ആരെയും ദ്രോഹിക്കുന്നൊന്നുമില്ല, എൻ്റെ ഒരു ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നു, വീടുകൾ വെച്ച് കൊടുക്കുന്നു, നന്മപ്രവൃത്തികൾ ചെയ്യുന്നു, ഇതൊക്കെ മതി, സൽപ്രവൃത്തികൾ കൊണ്ട് സ്വർഗരാജ്യം നേടാം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. നിങ്ങളുടെ പ്രവൃത്തികളെ കൊണ്ട് നിങ്ങൾ നീതീകരിക്കപ്പെടുകയില്ല. കാരണം എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും കർത്താവിൻ്റെ നീതിയോട് ഒത്തുവരില്ല. കർത്താവിൻ്റെ നീതിക്ക് വലിയ ഉയർന്ന നിലവാരമാണ്. ആ ഉയർന്ന നിലവാരത്തിലേക്കൊന്നും ഈ ജഡം കൊണ്ട് നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയില്ല. ആ ഉയർന്ന നിലവാരത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് നമ്മളെ ഉയർത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ലിഫ്റ്റർ എന്ന് പറയുന്നത്. പാറക്കലീത്തോ, സഹായകൻ, അവൻ സഹായിക്കുന്നവനാണ്. അതുകൊണ്ട് കർത്താവിനെ ദൈവമായിട്ട് അംഗീകരിക്കത്തക്കവണ്ണം നമ്മൾ നമ്മുടെ ബോധങ്ങളെ ഉയർത്തിയാൽ പാപങ്ങളിൽ മരിക്കാതെ ജീവനുള്ളവൻ്റെ ഉള്ളിൽ നക്ഷത്ര ജ്യോതിഷോടുകൂടി പ്രകാശിക്കുവാൻ സാധിക്കും. 24 വാക്യം കഴിഞ്ഞ് 25 വാക്യത്തിൽ അവർ അവനോട് നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോകുന്നത് തന്നെ. വീണ്ടും വീണ്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. കീഴിൽ നിന്നുള്ളവർക്ക് യേശുവിനെ മനസ്സിലാകുന്നില്ല. ഇത്രയും കൃത്യമായിട്ട് കർത്താവ് അവരോട് പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് പിന്നെയും അതിനെ സ്വീകരിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ സാധിക്കാതെ വണ്ണം അവരുടെ മനസ്സ് കുരുടായിപ്പോയി. പൗലോസ്ലീഹ ഒരു വചനപ്രകാരം പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ലോകത്തിൻ്റെ ദൈവം, അതായത് കീഴിൽ നിന്നുള്ളവരുടെ പ്രഭു. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ കീഴിൽ നിന്നുള്ളവരുടെ പ്രഭു. അവനാണ് ഈ മനസ്സ് കുരുടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണിനെ കുരുടാക്കി കളയും. യേശുവിനെ ദൈവമായിട്ട് കാണുവാൻ അങ്ങനെയുള്ളവർക്ക് സാധ്യമല്ല. അത് മാമോദീസ വെള്ളം വീണാലും ശരി. മാമോദീസ വെള്ളം വീണിട്ടുള്ള അനേകർ നീതീകരിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ, നീതിമാനായി ജീവിക്കുന്നില്ല. നീതിമാനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജഡത്തെ ക്രൂശിക്കണം. നീതിമാനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നാണ് അർത്ഥം. വിശുദ്ധിയോടുകൂടി ജീവിക്കണമെങ്കിൽ സഹനം വേണം. ഇനിയും സഹനമില്ല എന്നുണ്ടെങ്കിൽ ജഡത്തെ ക്രൂശിക്കണം, രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പഠിച്ചത്, പാപത്തിൽ മരിച്ചവൻ പാപത്തിന് മരിച്ചവനിൽ മരിക്കണം. ഒന്നും കൂടെ പറയാം, കഴിഞ്ഞ അധ്യായത്തിലും പറഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി മാത്രമാണ് എടുത്ത് പറയുന്നത്. പാപത്തിൽ മരിച്ചവൻ, അതാരാണ്? ഇപ്പം ഞാൻ പാപത്തിൽ മരിച്ചു. ഞാൻ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാപത്തിന് മരിച്ചവനിൽ മരിക്കണം. പാപത്തിന് മരിച്ചവൻ ആരാണ്? കർത്താവാണ്. അവനിൽ മരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൽ എൻ്റെ ജഡത്തെ ഞാനും ക്രൂശിക്കണം. അങ്ങനെ അവനോടുകൂടി സ്നാനമേക്കുക എന്ന് പറഞ്ഞാൽ അവനോടുകൂടി മരിച്ച് കുഴിച്ച് അടക്കപ്പെടുക എന്നാണ് അർത്ഥം. അങ്ങനെ അടക്കപ്പെടുന്നവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ആരാണ് യേശുവിനെ ഉയർപ്പിച്ചത് എന്നുള്ള കാര്യം പൗലോസ്ലീഹ 8 അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതായത് യേശു ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയാണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ അവൻ്റെ ആത്മാവിനെ കൊണ്ട്
നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്നൊരു വചനമുണ്ട്. അപ്പോൾ ദൈവാത്മാവാണ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. നിങ്ങൾ ആ വചനം കണ്ടുപിടിക്കുക. പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ വചനം റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ്. 8-ാം അധ്യായം 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തിന് മരിക്കണം. കർത്താവ് പാപത്തിന് മരിച്ച പോലെ നമ്മളും പാപത്തിന് മരിക്കണം. പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ ജഡത്തെ കുരിശിക്കുക എന്നാണ് അർത്ഥം. ജഡത്തെ കുരിശിച്ച് പാപത്തിൽ മരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആ ദേഹത്തെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി ജീവിപ്പിക്കും. ഫിലിപ്പിയർ 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. 25-ാം വാക്യം. അവർ അവനോട് നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. ഇതൊക്കെ ആദ്യം തൊട്ടേ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. നിങ്ങളെക്കുറിച്ച് എനിക്കൊരു വിധി തീർപ്പുണ്ട്. കീഴിൽ നിന്നുള്ളവരെക്കുറിച്ച് യേശുവിനൊരു വിധി തീർപ്പുണ്ട്. എന്നാൽ അനുതാപിയെക്കുറിച്ച് മറ്റൊരു വിധി തീർപ്പുണ്ട്. വീണ്ടും വീണ്ടും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പാപിനിയായ സ്ത്രീയെ യേശു തമ്പുരാൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കർത്താവ് കൽപ്പിക്കുന്ന വിധി തീർപ്പിനെ പറ്റി നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്നുള്ള കാര്യം ഈ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പാപിനിയായ സ്ത്രീയെ കർത്താവ് ഒരു വിധി തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. പാപിയാണ്, പാപത്തിൽ ആയിരുന്നവളാണ്. പക്ഷെ അവൾക്ക് ഒരു പുതുജീവൻ കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അവൾ മാനസാന്തരപ്പെട്ട് കണ്ണീരോടുകൂടി കർത്താവിൻ്റെ കാൽപാദത്തിൽ കുനിഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ പാപത്തെ എല്ലാം താൻ ഏറ്റെടുത്ത്, അതാണ് പാപത്തിന് മരിച്ചവനിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? പാപത്തിന് മരിച്ചവനിൽ മരിക്കുവാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ അവൾ തൻ്റെ ജഡത്തെ കുരിശിക്കുവാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ഇനിമേലിൽ അവൾ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു. അതോടെ ജഡത്തെ ക്രൂശിക്കുവാൻ അവൾ തീരുമാനിച്ചു. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ജഡത്തെ ക്രൂശിക്കണം, അല്ലെങ്കിൽ പാപം ചെയ്തു പോകും. അപ്പോൾ 8-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്ത് പാപിനിയായ സ്ത്രീയെ പറ്റിയുള്ള വിധി തീർപ്പ് കർത്താവ് ആത്മീയ പ്രകാരം നടത്തുന്നതിൻ്റെ കാര്യം അവൾ അനുദപിച്ചതുകൊണ്ടാണ്. എന്നാൽ കർത്താവിനെ മനസ്സിലാക്കാത്ത, അവനെ തിരിച്ചറിയാത്ത, അവൻ ദൈവമെന്ന് ഏറ്റുപറയാത്ത പാപിനിയായ സ്ത്രീ ദൈവമാണെന്ന് ഏറ്റു പറഞ്ഞു. അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ കർത്താവേ എന്നുള്ള വിളി വന്നപ്പോൾ തന്നെ അവൾ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചു. എന്നാൽ ഇവർ നീ ആരാകുന്നു എന്ന് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവരെ പറ്റി കർത്താവ് പറയുകയാണ്, എനിക്ക് നിങ്ങളിൽ ഒരു വിധി തീർപ്പ് ഉണ്ട്. അതെന്താണ്? ആ വിധി തീർപ്പ് പാപിനിക്ക് കൊടുത്ത വിധി തീർപ്പല്ല. കീഴിൽ നിന്നുള്ളവർക്ക് വിധി തീർപ്പ് ആത്മപ്രകാരം ചെയ്യുവാൻ സാധ്യമല്ല. അനുദപിക്കുന്നവർക്ക് മാത്രമേ ആത്മപ്രകാരമുള്ള അന്ത്യന്യായ വിധിയുള്ളൂ. കീഴിൽ നിന്നുള്ളവർക്ക്, പാപത്തിൽ മരിക്കുന്നവർക്കുള്ള വിധി തീർപ്പ്, ആ ന്യായവിധി പിശാചിൻ്റെ പക്കലാണ്. അതവനെ ഏൽപ്പിച്ചു കൊടുക്കും, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കും. നമുക്കെടുക്കാം തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ, ദൈവം വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ദൈവം തിന്മ
ഒരു ലിമിറ്റ് വിട്ട് സമ്മതിക്കുകയില്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 11-ാം വാക്യം, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക്, ഇതാണ് പാപത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ? അതായത് സത്യത്തെ വിശ്വസിക്കാതെ, സത്യം ആരാണ്? പീലാത്തോസ് ചോദിച്ചു, സത്യമെന്നാൽ എന്ത്? 6 അടി പൊക്കത്തിൽ വടി പോലെ തൻ്റെ മുമ്പിൽ സത്യം സത്യമായി സത്യവാനായവൻ നിൽക്കുന്നത് കണ്ടിട്ടും പീലാത്തോസിൻ്റെ കുരുടായ കണ്ണിന് അത് സാധിക്കാതെ സത്യം എന്നാൽ എന്ത് എന്ന് സത്യത്തിനോട് തന്നെ ചോദിക്കേണ്ട ഗതികേട് വന്നപ്പോൾ അവൻ സത്യത്തെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ സത്യത്തിൽ വിശ്വസിച്ചില്ല. അങ്ങനെയുള്ളവർക്ക്, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്നവർക്കെന്നല്ല, രസിക്കുന്നവർക്ക്, ഇതാണ് പാപത്തിൽ ഉള്ള ജീവിതം. അങ്ങനെയുള്ളവരെ എന്താണ് ന്യായവിധി കൽപ്പിക്കുന്നത്? ഇതാ നോക്കിക്കോളൂ. അങ്ങനെയുള്ള ഏവർക്കും ന്യായവിധി വരേണ്ടതിന്, ശ്രദ്ധിച്ചുകൊള്ളുക, ന്യായവിധി, ദൈവത്താലുള്ള വിധിത്തീർപ്പ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കീഴിൽ നിന്നുള്ള പാപത്തിൽ ജീവിക്കുന്നവൻ്റെ ന്യായവിധി ദൈവമല്ല നടപ്പാക്കുന്നത്. പലരും ചോദിക്കാറില്ലേ, കർത്താവ് സ്നേഹവാനാണ്, ആ സ്നേഹവാനായ ദൈവത്തിന് മനുഷ്യനെ എങ്ങനെ ന്യായവിധിയിൽ അല്ലെ തീച്ചൂളയിൽ, തീപ്പുകയിൽ, നരകത്തിലിടുവാൻ സാധിക്കും? കർത്താവല്ല ഇടുന്നത്, അവൻ വീണു പോകുകയാണ്. അങ്ങനെ വീണു പോകുമ്പോൾ അത് ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ കീഴിലായി പോകും. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞാൻ കുറച്ച് റെഫറൻസസുകൾ പറയാം. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ ഈ ഭോഷ്കിൻ്റെ വ്യാപാര ശക്തി എങ്ങനെയാണ് വ്യാപരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. 1 രാജാക്കന്മാർ 22-ാം അധ്യായം 20 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. അതുപോലെ തന്നെ 1 കോരിന്ത്യർ 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇവരെ യേശു വിധിക്കുന്നത് ജഡപ്രകാരമുള്ള വിധിത്തീർപ്പാണ്. ആ വിധിത്തീർപ്പിൽ അവർ വീണു പോകുമ്പോൾ ദൈവം അവരെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 കോരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം എന്താണ്? അതായത് കോരിന്ത്യ സഭയിൽ ദുർനടപ്പുണ്ടായിരുന്നു. എന്താണ് ആ ദുർനടപ്പ്? ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ മഹാദുർനടപ്പാണ്. പഴയ നിയമത്തിൽ നമ്മുടെ ഒരു വല്യപ്പച്ചൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ഞാൻ ബലിവേദിയുടെ അവസാനത്തെ ഭാഗം ഇന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതിൽ ഈ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാന കഴിയുമ്പോൾ നമ്മൾ എല്ലാം അവസാനിച്ചിട്ട് പാടുന്ന പാട്ടാണ്, പാതകനാം റൂബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ ദൈവം നൽകിയെങ്കിൽ ജീവനും തൻ ബലിയാലെ വിശ്വാസികളായി മരിച്ചവർക്ക് എത്രയോ ഗുണം കൂടും. രൂബേൻ ഒരു പാതകം ചെയ്തു. എന്താണ് ആ പാതകം? രൂബേൻ തൻ്റെ അപ്പൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ദാസിയാണ്. അപ്പോൾ സ്റ്റെപ്പ് മദറായിട്ട് വരും. യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ ദാസിയായിരുന്നു ബിൽഹ. ഈ രൂബേൻ ഒരു ദിവസം ഈ ബിൽഹയുടെ കിടക്ക അശുദ്ധമാക്കി. എന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പൻ്റെ കിടക്ക അശുദ്ധമാക്കി എന്നർത്ഥം. അത് വലിയ കൊടും പാതകമാണ്. രൂബേന്മേൽ ശാപം വന്നു. യാക്കോബ് രൂബനെ ശപിക്കുന്നുണ്ട്. വെള്ളം പോലെ തൂകുന്നവനെ നീ ശോഭിക്കയില്ല എന്നൊക്കെ പറഞ്ഞ് യാക്കോബ് ശപിക്കുന്നുണ്ട്. ആ ശാപത്തിൽ നിന്ന് മോശയുടെ മൃഗബലിയാൽ രൂബേൻ്റെ
പിന്നീടുള്ള തലമുറ രക്ഷ പ്രാപിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജീവനെഴുന്ന നിന്റെ ബലിയാൽ, അതായത് മൃഗത്തിൻ്റെ ബലി കൊണ്ട് ഇത്രയും കഠിനമായ പാപം ക്ഷമിക്കപ്പെട്ടെങ്കിൽ കർത്താവെ, ജീവനുള്ള നിന്റെ ബലിയാലെ വിശ്വാസികളായി മരിച്ചവർക്ക് എന്തുമാത്രം രക്ഷ കിട്ടുമെന്നാണ് പിതാക്കന്മാർ പാടുന്നതിൻ്റെ അർത്ഥം. ഇടയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ഇതുപോലെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ശിക്ഷയ്ക്ക് ഏൽപ്പിക്കുന്ന രീതി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഈ കേസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കണം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ചീർക്കുന്നത്? കീഴിൽ നിന്ന് ഉള്ള അറിവാണ്. അതുകൊണ്ടാണ് അറിവ് ചീർപ്പിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ എന്ത് ചെയ്യണമെന്നാണ്? നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി. ഇപ്പോൾ പൗലോസ്ലീഹ സ്ഥലത്തില്ല. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ദൂരത്താണ്, പക്ഷേ ഒരു സിനഡ് കൂടണം. ആരൊക്കെയുണ്ട്? നിങ്ങളിലെ ആ പ്രധാനികളെല്ലാം കൂടെ കൂടണം. പക്ഷേ ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെ കാണും. എങ്ങനെയാണ് കൂടേണ്ടത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയോടുകൂടി ഒന്നിച്ചു കൂടിയിട്ട്. 4-ാം വാക്യമാണ്, നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ, ആരെ? ഈ കുറ്റം ചെയ്തവനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചോളണം. ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കുവാൻ വിധിച്ചിരിക്കുന്നു. വിധിയാണ്. അപ്പോൾ രക്ഷപ്പെടുവാൻ താല്പര്യമുള്ളവർക്ക് പോലും ഈ ഒരു ദുരിതത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് വരുന്ന ദുരിതങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു പാപം ഉണ്ട്. പാപത്തിൻ്റെ ഫലമായി ദുരിതം ഉണ്ടായിരിക്കും. അത് ചെറിയ പാപമാണെങ്കിലും വലിയ പാപമാണെങ്കിലും. നമ്മൾ വാക്കുകൊണ്ട് ഒരുത്തനെ വിഷമിപ്പിച്ചാൽ നമുക്ക് അതിൻ്റെ ഇരട്ടിയായി നമുക്ക് ഉള്ളിൽ അതിനേക്കാൾ വലിയ വേദന വന്നിരിക്കും. അതാരായാലും വരും. നമ്മൾ എത്ര നീതിയുക്തരാണ് എന്ന് പറഞ്ഞാലും, എത്ര നീതി നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും, നമ്മൾ ആ നീതി വെച്ച് ചിലപ്പോൾ നമ്മളുടെ ഭാഗം ശരിയായിരിക്കാം, പക്ഷെ നമ്മളൊരുത്തനെ വേദനിപ്പിച്ചാൽ ആ വേദന ഇരട്ടിയായി നമ്മളിലേക്ക് തിരിച്ചു വരും. അത് വേദനിപ്പിച്ചാൽ മാത്രമല്ല, ചതിച്ചാലോ ദ്രോഹിച്ചാലോ എന്ത് ചെയ്താലും അത് ഇരട്ടിയായി തിരിച്ചു വരും, വന്നിരിക്കും. അതൊരു നീതി നിർവഹണമാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 27-ാം വാക്യം, 26-ാം വാക്യത്തിൽ തന്നെ, നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. കർത്താവ് എപ്പോഴും പിതാവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ തൻ്റെ സന്ദേശങ്ങൾ കൈമാറാറുള്ളൂ. ഞാൻ പറയുന്നത് എന്നെ അയച്ച പിതാവിൽ നിന്ന് കേട്ടതാണ് ഞാൻ പറയുന്നത്. എന്നെ അയച്ചവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇവിടെ പറയാണ്, അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്നവർ ഗ്രഹിച്ചില്ല. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രനെ ഉയർത്തുക. എവിടെയാണ് യേശുവിനെ ഉയർത്തിയത്? കാൽവറിയുടെ കുന്നിൽ. അതുപോലെ തന്നെ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോഴും അവൻ സ്വർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങി. ആ ഒരു അവസരം വരുമ്പോൾ ഞാൻ തന്നെ അവൻ, ഞാൻ തന്നെ അവൻ, ഐ ആം ദാറ്റ് ഹീ, അല്ലെങ്കിൽ ഐ ആം ദാറ്റ് ഐ ആം.
ഐ ആം വാട്ട് ഐ ആം എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ അവൻ ദൈവമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ശതാധിപൻ ഇവൻ ദൈവമാണെന്ന് അവനെ ഉയർത്തിയപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞു. കള്ളന്മാരെ എല്ലാവരെയും കൊള്ളക്കാരെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു കള്ളൻ അവനെ ഏറ്റുപറഞ്ഞു. എങ്കിലും അനേകർ അവനിൽ വിശ്വസിച്ചുമില്ല. ഇടത്ത് ഭാഗത്ത് തൊട്ടടുത്തൊരു കള്ളൻ സുവിശേഷം കേട്ട് കിടപ്പുണ്ട്. ഈ വലത്ത് ഭാഗത്തെ കള്ളൻ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ സുവിശേഷം പറയുവാൻ തുടങ്ങി. പക്ഷെ ആ സുവിശേഷം വിശ്വസിക്കാതെ അത് കേട്ടുകൊണ്ട് ഇപ്പുറത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഇരിക്കുന്നു. പക്ഷേ നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ നിന്നെ ഏകനായി വിടുകയില്ല. പിതാവ് പുത്രനെ ഏകനായി വിട്ടിട്ടില്ലെങ്കിൽ അവൻ നമ്മെയും ഏകനായി വിടുകയില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ പിന്നീട് ഈ ഒരു കാര്യം വളരെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. 14-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നുള്ള ഭാഗം താഴോട്ട് കർത്താവ് പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ തൂങ്ങിക്കിടന്നപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ നീ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചത് പിതാവ് പുത്രനെ അല്പനേരം കൈവിട്ടു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെയില്ല. ഇത് 22-ാം സങ്കീർത്തനം കർത്താവ് കുരിശിൽ കിടന്ന തൻ്റെ ഹൃദയവേദനയിൽ അല്ലെങ്കിൽ തൻ്റെ വേദനയെടുത്ത ശരീരം കൊണ്ട് ചൊല്ലുന്നതാണ്. പിതാവ് പുത്രനിൽ നിന്ന് വേർപെടുവാൻ സാധ്യമേ അല്ല. അങ്ങനെ സംഭവിച്ചാൽ ഹോളി ട്രിനിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാതെയാവും. പിതാവ് പുത്രനിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ഒരു നിമിഷവും ഇല്ല. പിതാവിൻ്റെ സ്നേഹമാണ് കർത്താവ് കാൽവറിയിൽ കാണിച്ചു തന്നത്. ജഡപ്രകാരം താൻ ശരീരമെടുത്ത് കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ചത് പിതാവ് തൻ്റെ സ്നേഹം ലോകത്തോട് എപ്രകാരം കാണിക്കുന്നുവെന്ന് തൻ്റെ ശരീരത്തിൽ കൂടി നമ്മളെ വെളിപ്പെടുത്തി കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 29-ാം വാക്യം, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. കള്ളൻ കുരിശിൽ കിടന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ മറ്റേ കള്ളന് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഒരു ശതാധിപൻ വിശ്വസിച്ചു. കർത്താവിൻ്റെ വിലാവിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട രക്തത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ പരിശുദ്ധാത്മാവെന്ന പനിനീർ തൻ്റെ തിരുരക്തവും അവൻ്റെ കണ്ണിലേക്ക് പതിച്ചപ്പോൾ അവൻ കാഴ്ചയുള്ളവനായി തീർന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ അകത്തെ കണ്ണ് തുറന്നു എന്നും കൂടി അർത്ഥമുണ്ട്. പുറത്തെ കണ്ണ് മാത്രം തുറന്നുവെങ്കിൽ അവനൊരിക്കലും ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരിക്കുന്നു സത്യമെന്ന് ഏറ്റുപറയുകയില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ അവൻ ഏറ്റുപറഞ്ഞിരിക്കുന്നു. ഇത്രയും നേരം പഠിച്ചതിൻ്റെ സാരാംശം, യേശു ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയണം. ദൈവനാമം മഹത്വപ്പെടട്ടെ.